ഇസ്രായേൽ ഇറാനെതിരെ ആണവായുധങ്ങൾ പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവാക്രമണം നടത്തുമെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ടു. പാകിസ്ഥാനോടും സൗദിയോടും ചേർന്ന ഇസ്ലാമിക് ആർമി ഉണ്ടാക്കി ഇസ്രായേലിനെ തുടച്ചു നീക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നുണ്ടെന്ന വാർത്തയും ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇറാന്റെ പ്രസ്താവന തള്ളി പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാനിൽ ആണവ ബോംബ് ഉപയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ഒരു ആണവ ബോംബ് പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് IRGC കമാൻഡറും ഇറാനിലെ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായ ജനറൽ മൊഹസൻ റസായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ പറഞ്ഞത്. ഇറാനും ഇസ്രായേലും തമ്മിൽ മിസൈൽ ആക്രമണങ്ങളും കൂടുതൽ സംഘർഷ ഭീഷണികളും നടക്കുന്നതിനിടെയാണ് ഈ പ്രസ്താവനകൾ വന്നത്. ഇസ്രായേലിനെതിരെ ആണവാക്രമണം നടത്തുമെന്ന് അവകാശപ്പെട്ടത് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനായിരുന്നു. ഇസ്രായേൽ ഇറാനെതിരെ ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവാക്രമണം നടത്തുമെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. എന്നാൽ പാകിസ്ഥാൻ ഈ പ്രസ്താവന ഉടൻ തള്ളിപ്പറഞ്ഞു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഈ വാദം തള്ളിക്കളഞ്ഞു. ഇസ്ലാമാബാദ് അങ്ങനെയൊരു വാക്ക് ആർക്കും നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇസ്ലാമിക് ആർമി ഉണ്ടാക്കി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമെന്ന വാർത്തയെക്കുറിച്ചും പ്രതികരണമൊന്നും നൽകിയില്ല. അതേസമയം ആണവ തിരിച്ചടിയെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും ഇസ്ലാമാബാദ് തള്ളിക്കളഞ്ഞുവെങ്കിലും ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ ഇറാന് പൂർണ്ണ പിന്തുണയാണ് പാകിസ്ഥാൻ നൽകി വരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.